സബ്സ്ക്രൈബ് ചെയ്യൂ ആൻഡ്രോയിഡ് മലയാളി ചാനൽ ഇപ്പോൾ തന്നെ. അതിനോടൊപ്പം പ്രസ് ചെയ്യൂ ബെല്ലൈക്കൺ, ഏറ്റവും പുതിയ വീഡിയോസ് ഏറ്റവും ആദ്യം കാണുന്നതിനായി. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ആൻഡ്രോയിഡ് മലയാളി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ എങ്ങനെ വിൻഡോസ് 10ൻ്റെ 2021 മെയ് അപ്ഡേറ്റിൻ്റെ ISO ഫയൽ ഡൗൺലോഡ് ചെയ്യാം എന്ന് നോക്കാം. നിങ്ങൾ ആദ്യം നിങ്ങളുടെ ബ്രൗസർ ഓപ്പൺ ചെയ്യാം. അവിടെ ജസ്റ്റ് ഇങ്ങനെ ടൈപ്പ് ചെയ്യാം വിൻഡോസ് 10 2021 മെയ് അപ്ഡേറ്റ് ISO എന്നിട്ട് സെർച്ച് ചെയ്യാം. അപ്പോൾ ഇവിടെ ഈ സംഭവങ്ങൾ ഇങ്ങനെ വരും. നിങ്ങൾക്ക് ഇവിടെ കാണാം വിൻഡോസിൻ്റെ ഒരു സൈറ്റ് ഉണ്ട്, www.microsoft.com. ഈ കാണുന്ന ഈ ഇംഗ്ലീഷ് ഇന്ത്യ. അപ്പം സോഫ്റ്റ് ഡൗൺലോഡ് ഇതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പം നമ്മളിവിടെ പോയി കഴിഞ്ഞാൽ ISO ഫയൽ നമുക്ക് ഇവിടെ കിട്ടില്ല. ഒന്നിക്ക് ഡയറക്റ്റ് അപ്ഡേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ഈ ISO ഫയൽ എങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്നതിനെ കുറിച്ചിട്ടാണ്. ഇത് നിങ്ങൾക്ക് മോസില്ലയോ അല്ലെങ്കിൽ macOS, ഉബുണ്ടു പോലുള്ള മറ്റുള്ള സോഫ്റ്റ്വെയറുകളിലും ആൻഡ്രോയിഡ് ഫോണുകളിൽ നിന്നും ഈ ലിങ്ക് സന്ദർശിച്ച് കഴിഞ്ഞാൽ ISO ഫയൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. എന്നാൽ വിൻഡോസിന് ഒരിക്കലും ഡയറക്റ്റ് ആയിട്ട് തരില്ല. അതിന് പിന്നെ കുറച്ചും കൂടി നമ്മളെ ഫോണിൻ്റെ അല്ലെങ്കിൽ ബ്രൗസർ ഏജൻറ്റൊക്കെ ചേഞ്ച് ചെയ്ത് ഫോണിൻ്റെ ഇതൊക്കെ കൊടുത്തിട്ട് ചെയ്യണം. അത്രയും റിസ്ക് ഇല്ല, നമുക്ക് ഫോണിൽ ചെയ്യാം. അപ്പം ഈ കാണുന്ന ഈ ലിങ്ക്, ഏറ്റവും മുകളിൽ കാണുന്ന ഈ ലിങ്ക് നിങ്ങൾ കോപ്പി ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ ഫോൺ ഓപ്പൺ ചെയ്യുക. ഇവിടെ ഞാനിപ്പോൾ ഫോണിന് പകരം എൻ്റെ എമുലേറ്ററാണ് കാണിക്കാൻ പോകുന്നത്. എമുലേറ്റർ ഓപ്പൺ ചെയ്യുക. അതിൽ നമ്മുടെ ക്രോം ഓപ്പൺ ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ആ ലിങ്ക് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട വെബ്സൈറ്റ് തന്നെയാണ്, പക്ഷേ ചെറിയ വ്യത്യാസം ഇവിടെ ഉണ്ട്. ഇവിടെ പറയുന്നുണ്ട് ദ വിൻഡോസ് 10 എഡിഷൻസ് ബിലോ ആർ വാലിഡ് ഫോർ ബോത്ത് വിൻഡോസ് 10 ഹോം ആൻഡ് വിൻഡോസ് 10 പ്രോ. അപ്പോൾ നമ്മൾക്ക് എഡിഷൻ സെലക്ട് ചെയ്യാം. വിൻഡോസ് 10 മെയ് അപ്ഡേറ്റ് തന്നെയാണ് വിൻഡോസ് 10ന് വേണ്ടിയിട്ടുള്ളത്. എന്നിട്ട് ഇവിടെ അത് മാത്രമേ അതിലുള്ളൂ കേട്ടോ, അത് മാത്രം സെലക്ട് ചെയ്യാനുള്ളൂ. കൺഫേം കൊടുക്കുക. ഓക്കെ, അപ്പോൾ അതിൻ്റെ താഴെ പ്രൊഡക്റ്റ് ചോദിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഭാഷയാണ്. യു നീഡ് ടു ചൂസ് സെയിം ലാംഗ്വേജ് വെൻ യു ഇൻസ്റ്റാൾ ഇൻസ്റ്റാൾ. അപ്പം നമുക്കിവിടെ ഇംഗ്ലീഷ് മാത്രമേ വേണ്ടുള്ളൂ, ഇംഗ്ലീഷ് ഇൻ്റർനാഷണൽ. ഇവിടെ മോർ ഓപ്ഷൻസ് ഉണ്ട്, നമുക്ക് വേണ്ട. കൺഫേം ചെയ്യാം. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ സിസ്റ്റം ഏതാണ്? ഒട്ടുമിക്ക എല്ലാ പുതിയ സിസ്റ്റങ്ങളും 64 ബിറ്റ് ആണ്. 32 ബിറ്റ് പഴയ മോഡൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ സിസ്റ്റം നോക്കുക. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ എങ്ങനെ നോക്കേണ്ടത് കാണിച്ചു തരാം. ജസ്റ്റ് മിനിമൈസ് ചെയ്യാം. നിങ്ങളുടെ സിസ്റ്റത്തിൽ ദിസ് PC വിൻഡോസ് 10 ഒക്കെ ആണെങ്കിൽ ദിസ് PC ആയിരിക്കും. അതിന് മുമ്പുള്ള സിസ്റ്റങ്ങളാണെങ്കിൽ മൈ കമ്പ്യൂട്ടർ എന്നായിരിക്കും. അതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, അതിൻ്റെ പ്രോപ്പർട്ടീസ് എടുത്ത് നോക്കുക. അപ്പോൾ ഇങ്ങനെ വരും. അതിൽ എഴുതിയിട്ടുണ്ടാവും സിസ്റ്റം ടൈപ്പ് 64 ബിറ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, അല്ലെങ്കിൽ അതുപോലെ തന്നെ 64 ബേസ്ഡ് പ്രോസസ്സറുമാണ്. അപ്പോൾ നമ്മളത് 64 ബിറ്റിൽ റൺ ചെയ്യാൻ പറ്റുന്ന സിസ്റ്റമാണ്. അപ്പോൾ നമ്മൾ ഡൗൺലോഡ് ചെയ്യേണ്ടത് 64 ബിറ്റ് തന്നെയാണ്. ഇത് ക്ലോസ് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ ഫോണിൽ ഇതേപോലെ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ഇതല്ല എമുലേറ്റർ. ഓക്കെ, അപ്പം നമ്മളിവിടെ ജസ്റ്റ് ഇവിടെ 64 ബിറ്റ് ക്ലിക്ക് ചെയ്യാം. ക്രോം നീഡ് ടു സ്റ്റോറേജ് ആക്സസ്. ഓക്കെ, കണ്ടിന്യൂ. അലോ ഡീറ്റെയിൽസ്. ഇപ്പോൾ ഫ്രണ്ട്സ് കണ്ടോ, 5.43 GB വരുന്ന ഒരു ഫയലാണ്. ഇത് ഡൗൺലോഡ് ചെയ്യാണ്. പിന്നെ ഇവിടെ ഒരു പ്രോബ്ലം ഉണ്ട്. ഇപ്പം പഴയ മോഡൽ ഫോണിലൊക്കെ ആണെങ്കിൽ മെമ്മറി കാർഡിലേക്കാണ് ഡൗൺലോഡ് ചെയ്യുന്നതെങ്കിൽ 5 GB ഫയൽ ഡയറക്റ്റ് സപ്പോർട്ട് ചെയ്യില്ല. 4 സംതിങ് വരെ സപ്പോർട്ട് ചെയ്യുള്ളൂ. അപ്പോൾ നിങ്ങളിത് ഇൻറ്റേർണൽ മെമ്മറിയിലേക്ക് തന്നെ ഡൗൺലോഡ് ചെയ്യാൻ ശ്രമിക്കുക. നോർമലി ഇപ്പം എല്ലാ ഫോണിലും 64 GB ആണ് ഇൻറ്റേർണൽ മെമ്മറി വരുന്നത്. അതുകൊണ്ട് പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവില്ല. അപ്പം ഇത് 5.43 GB ഡൗൺലോഡ് ചെയ്യാം. അതുപോലെ തന്നെ ഇത് നമ്മൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നുമില്ല. ജസ്റ്റ് നിങ്ങളെ ഇപ്പം ഞാൻ കാണിച്ചു തരാം. ഇപ്പം എൻ്റെ സിസ്റ്റത്തിൽ എൻ്റെ മൈ കമ്പ്യൂട്ടർ ഇവിടെ എന്തെങ്കിലും ആയിട്ടൊരു ഫയൽ ഇപ്പം ഇവിടെ നിങ്ങൾക്ക് DVD ഒന്നുമില്ല എന്നല്ല കാണിക്കണം, ജസ്റ്റ് ബ്ലാങ്ക് ആണ്. അപ്പം ഞാൻ കാണിച്ചു തരാം. ബാക്കപ്പ്, പ്രോഗ്രാം ഫയൽസ്, അല്ല PC സോഫ്റ്റ്വെയർ, വിൻഡോസ് OS, വിൻഡോസ് 10 ഇവിടെ ഉണ്ട്. അപ്പം ഇതാണ് ISO ഫയൽ. നിങ്ങൾക്ക് ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും. കണ്ടോ, ISO ഫയൽ. ഇത്തരത്തിലുള്ള ISO ഫയൽ ഇതിപ്പം ഇവിടെ പവർ ISO എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഇത്തരത്തിൽ സിമ്പിൾ വരുന്നത്. അല്ലെങ്കിൽ ഒരു CD ഐക്കൺ ആയിരിക്കും. അതിൻ്റെ മുകളിൽ ജസ്റ്റ് നിങ്ങൾ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അതിന് ശേഷം ഇവിടെ ഓപ്പൺ വിത്ത് കൊടുക്കുക. ഓപ്പൺ വിത്ത് വിൻഡോസ് എക്സ്പ്ലോറർ ഇത് കൊടുക്കുക. ഓക്കെ, ഡൺ. അപ്പോൾ എന്തായിട്ടുണ്ട്, ഇത് നമ്മൾക്ക്
റെഡി ആയി വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ജസ്റ്റ് മറ്റൊരു വിൻഡോ തുറന്നു നോക്കിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഇവിടെ ഒരു CD ഇൻസേർട്ട് ചെയ്തതുപോലെ ഇവിടെ സംഭവങ്ങൾ വരും. ഇത് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾക്ക് ഇവിടുന്ന് സെറ്റപ്പ് ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പം ജസ്റ്റ് ഓപ്പൺ വിത്ത് കൊടുക്കുക, അതിനുശേഷം നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. ഇനി ഇൻസ്റ്റാളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഇതൊന്ന് ഇജക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് അവിടുന്ന് പോകുന്നതായിരിക്കും. അപ്പം ഇത്തരത്തിൽ എളുപ്പത്തിൽ നിങ്ങൾക്ക് CDയുടെയോ അല്ലെങ്കിൽ USB എന്താ പറയുക പെൻഡ്രൈവിൻ്റെ ഒന്നും ആവശ്യമില്ലാതെ തന്നെ നിങ്ങൾ വിൻഡോസ് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ തന്നെ ചെയ്യാവുന്നതാണ്, ഒരു പ്രോബ്ലം ഇല്ല. ഓക്കെ ഗൈസ്, അപ്പം ഇത്തരത്തിൽ നമ്മൾക്ക് പെട്ടെന്ന് ISO ഫയൽ ഡൗൺലോഡ് ചെയ്യാനും അതുപോലെ തന്നെ CDയോ പെൻഡ്രൈവോ യൂസ് ചെയ്യാതെ നമ്മൾക്കത് ഇൻസ്റ്റാൾ ചെയ്യാനും സാധിക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തെങ്കിലും മറ്റ് ട്യൂട്ടോറിയൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്താൽ ചെയ്യാവുന്നതാണ്. മറ്റൊരു വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.